എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ PNCMAC അതായത് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരളയുടെ ഈ വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെയും ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളുടെയും ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് PNCMAC.in എന്ന വെബ്സൈറ്റ് വഴി ഈ ഒരു ലിസ്റ്റ് അറിയാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ഹിയർ ടു സി BSc നഴ്സിംഗ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജോയിൻ ഓർ നോൺ ജോയിൻ സ്റ്റുഡൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടി ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളുടെയും ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളുടെയും ലിസ്റ്റാണ് നിലവിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി അറിയാനായിട്ട് സാധിക്കുക. നിലവിൽ എല്ലാ കോളേജ് നോക്കുന്ന സമയത്തും വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും ജോയിൻ ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളിൽ പലരും ഈ ഒരു ജോയിൻ ചെയ്യാതിരുന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ നോക്കുന്ന സമയത്ത് പല വിദ്യാർത്ഥികളും ജോയിൻ ചെയ്തിട്ടുണ്ടായി. കാരണം പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ LBSലൊക്കെ അപ്ലൈ ചെയ്ത സമയത്ത് അലോട്ട്മെൻറ്റ് കിട്ടാത്ത സാഹചര്യത്തിൽ ഇവിടെ അലോട്ട്മെൻറ്റ് ലഭിച്ച സമയത്ത് അങ്ങനെ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ലിസ്റ്റ് പരിശോധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോയിൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇല്ലാന്നുണ്ടെങ്കിൽ നോട്ട് ജോയിൻഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. അതായത് ആദ്യത്തെ കോളേജിൽ മാത്രമാണ് ജോയിൻ ചെയ്തതായിട്ട് കൂടുതൽ വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്തതായിട്ട് കാണുന്നത്. ബാക്കിയുള്ള കോളേജ് നോക്കുന്ന സമയത്ത് ഇവിടെ ഏകദേശം ചുരുക്കം വിദ്യാർത്ഥികൾ മാത്രമേ ജോയിൻ ചെയ്തതായിട്ട് കാണുന്നുള്ളൂ. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത് ആ ഒരു സീറ്റ് കൺഫേം ചെയ്ത് വെച്ചിട്ടുണ്ടാകും. എന്നാൽ മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്ന് കരുതി ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ നിലവിൽ ഈ ഒരു ചില കോളേജ് നോക്കുന്ന സമയത്ത് ഏകദേശം കുറേ വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്തതായിട്ടുണ്ട്. ആ ഒരു ചില കോളേജിലൊക്കെ ജോയിൻ ചെയ്യാത്തതായിട്ട് കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ. എന്നാൽ മറ്റു ചില കോളേജ് നോക്കുന്ന സമയത്ത് അവിടെ ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളാണ് കൂടുതലായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ചില കോളേജിൽ ജോയിൻ ചെയ്യാതെ, അതായത് മുഴുവൻ വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ജോയിൻ ചെയ്യാത്തതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റ് പരിശോധിച്ച് ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ ആരൊക്കെയാണ്, ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാം. അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യേണ്ടതാണ്. കാരണം തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടുള്ള സീറ്റ് പോകുന്നതായിരിക്കും. നിലവിൽ തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് വെബ്സൈറ്റിൽ വന്നിട്ടില്ല. അത് ഏകദേശം ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ വെബ്സൈറ്റിൽ ആ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ഡേറ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. നിലവിൽ ഈ ഒരു ഡേറ്റ് നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രം, അതായത് തേർഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മാറ്റമൊന്നുമില്ല, മുമ്പ് ലഭിച്ച ആ ഒരു കോളേജ് തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളുടെയും ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളുടെയും ലിസ്റ്റ് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.